നമ്മുടെ വിനീത് ശ്രീനിവാസൻ ചാനലിൽ നിന്ന് തൈര് സാധം കഴിച്ച് മടുത്തിട്ട് പുള്ളി സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടി ലെനാർക്കോ വരെ ഒന്ന് പോയതാണ്. പക്ഷേ കാര്യമുണ്ടായില്ല, പോയ കാശ് മാത്രം നഷ്ടമായിപ്പോയി, അത്ര തന്നെ. ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, പുതിയ പടം കരത്തിനെ കുറിച്ചാണ്. പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി വിനീത് ശ്രീനിവാസൻ സേഫ് സോണൊക്കെ ഒന്ന് മാറി പുള്ളി ഒരു പടം എടുത്തതാണ്. ഒരു ആക്ഷൻ ഓറിയന്റഡ് മൂവി ആയിരുന്നു. പക്ഷേ എന്താ പറയുക, പടം അങ്ങ് ഏറ്റില്ല. പടത്തിൻ്റെ ഓപ്പണിംഗ് സീൻ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പടത്തിൻ്റെ റേഞ്ച് എന്താണെന്നുള്ളത്. അത്രയ്ക്കും അപരാധമായിട്ടാണ് അതിൻ്റെ സീൻസൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് തന്നെ. പിന്നെ പറയുകയാണെങ്കിൽ കൂടുതലൊന്നും ഇല്ല പടത്തിനകത്ത്. ഈ പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കിങ്ങും കാര്യങ്ങളും, അത് ഇൻ്റർനാഷണൽ ലെവലിൽ ഹ്യൂമൻ ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ഇന്ത്യൻ മിലിറ്ററി ഓഫീസറുടെ വക ഇടിയും വെടിവെപ്പും, അത്രേ ഉള്ളൂ പടം. പല സീനുകളും നമ്മളിങ്ങനെ കാണിച്ചു തരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതുകൊണ്ട് എന്തോ ഉപയോഗമുണ്ട് ഈ സീനും കൊണ്ട്, അതാണ് നമ്മളെ കാണിക്കുന്നതെന്ന്. ഒന്ന് പറയുവാണെങ്കിൽ ആദ്യമേ തന്നെ ലിഫ്റ്റിൽ വെച്ച് ഫോൺ നോക്കുമ്പോൾ അയാൾ ഒരു കാരണമില്ലാണ്ട് ചുമ്മാ അന്നേരം ഫോൺ അൺലോക്ക് ആക്കിയിട്ട് നോക്കുന്നൊരു സീൻ. അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആ ലോക്കും കൊണ്ട് അഴിച്ചിട്ട് പുള്ളിക്ക് എന്തോ പണിയുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഡോക്ടറായിട്ട് പുള്ളി മറ്റേ വേഷം മാറി മറ്റേ വീട്ടിലേക്ക് ചെല്ലുന്നൊരു സീനുണ്ട്. അവിടെ ചെല്ലുമ്പോഴും ഒരു ഗണ്ണ് വെറുതെ അവിടെ ഇങ്ങനെ ടേബിളിൽ ഇരിക്കണം ശരിക്കും എടുത്ത് കാണിക്കും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഗണ്ണും കൊണ്ട് അടുത്ത സീനിൽ എന്തോ പരിപാടി ഉണ്ടെന്ന്. ഇങ്ങനത്തെ കുറെ സീനുകൾ ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ ഉടനീളം മുഴച്ചു നിൽക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാവും, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുകൊണ്ടൊക്കെ എന്തോ പരിപാടികൾ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു തിരക്കഥയും കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ ഇതിനകത്ത്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒട്ടും നമുക്ക് ത്രില്ലിംഗ് അല്ല. ത്രില്ലർ പടമാണ് കാര്യം പറഞ്ഞത്, പക്ഷെ നമുക്ക് ഒട്ടും ത്രില്ലിംഗ് അല്ല. ഇവരെന്തിനോ കാണിച്ച ഒരു പാട്ട് തന്നെയുണ്ട്, എന്തിനു വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് തന്നെയുണ്ട് ഇതിനകത്ത്. അതേപോലെ തന്നെയാണ് നമുക്കും ഫീൽ ചെയ്യുന്നത്. എന്തിനു വേണ്ടി പടം കാണുന്നു എന്നുള്ള ചിന്താഗതിയാണ് നമുക്ക് മൊത്തത്തിൽ തോന്നുക. ഒരു പാട്ട് അതുപോലെ തന്നെയുണ്ട്, എന്തറിയാൻ പാടില്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മ്യൂസിക് ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. ഷാൻ റഹ്മാനാണ്, പക്ഷേ ഒരു വകയ്ക്കും കൂടില്ല. ചില സ്ഥലത്തൊക്കെ ചുമ്മാ എന്ത് സ്കോറിംഗ് ആണ്. ചില മാസ സീനൊക്കെ കാണിക്കുന്ന മാസ സീനൊക്കെ അവർ പറയുന്നു, പക്ഷെ നമുക്കൊന്നും തോന്നല്ല, മാസമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാണണം, ഒരുമാതിരി എന്തോ സാധനമൊക്കെ. ഇടയ്ക്കൊക്കെ ഒരു മറ്റേ ചെണ്ട കൊട്ടണ ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എന്തോ ഒരു ഗൂസ് ബംസും തരാത്തൊരു തരത്തിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. എന്തോ പറ്റിയ ഷാൻ റഹ്മാൻ എന്തോ പോലെ. അതുപോലെ പാട്ടുകളൊക്കെയാണ് അതെ, ആകെ ഒരു പാട്ട് മാത്രം പിന്നെയും കേൾക്കാം കുറച്ച് നേരം. ആ ഒരു കണ്ണ് ചിമ്മാതെ എന്ന് പറഞ്ഞിട്ട് ആ ട്രെയിലറിൽ കാണിച്ചൊരു പാട്ട്, അത് മാത്രമാണ് എന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് പറയാനുള്ളൂ. പിന്നെ എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. ആക്ഷൻ പടമാണെങ്കിലും ഇതിനകത്ത് നായകനുണ്ടല്ലോ, പുള്ളി തന്നെയാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയേക്കുന്നത്, നമ്മുടെ നോബൽ ബാബു തോമസ്. ഈ പുള്ളി ആക്ഷൻ ചെയ്യുന്നത് ഭയങ്കര കോമഡിയാണ്. പുള്ളി ഇടിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടി കൊള്ളാൻ വേണ്ടി എന്നാ എന്നെ ഇടിച്ചോ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കും. അങ്ങനെയാണ് അത് ആദ്യം തൊട്ടേ അങ്ങനെ തന്നെയാണ് പുള്ളി. ആ സിനിമയിൽ എല്ലാ ഇടിയിലും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ക്ലൈമാക്സിലൊക്കെ എന്താ കാണിച്ചു വെച്ചേക്കുന്നത് അതൊക്കെ. ആക്ഷൻ പടം എന്നൊക്കെ പറഞ്ഞ് അത് അവസാന സീനുണ്ട് ക്ലൈമാക്സിന്റെ, നമ്മുടെ ആശാനെ സെറ്റ് ചെയ്യണ ഒരു സംഭവം. അതൊക്കെ ചുമ്മാ കണ്ടിട്ട് അയ്യോ, ഒന്നും പറയാനില്ല വിനീത് ശ്രീനിവാസ, ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ മനോജ് കെന്റെ ഒരു മാസ സീനുണ്ട് കേട്ടോ ഇതിനകത്ത്. പുള്ളി അച്ഛനെ വിളിച്ചിട്ട് ഹെൽപ്പ് വേണമെന്ന് പറയുമ്പോൾ പുള്ളി മുണ്ടൊക്കെ മടക്കി കുത്തുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര വലിയ മാസമായിട്ട് കാണിക്കാനാണ് ഉദ്ദേശിച്ചേക്കണേ. പക്ഷേ ഈ വിനീത് ശ്രീനിവാസന്റെ കുറെ ഐഡിയോളജികളൊക്കെ ഉണ്ടല്ലോ, മറ്റേ മേശ തുറക്കുമ്പോൾ പൊട്ട് കാണും, അതുപോലത്തെ ഒരു വൈബ് സാധനം അത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ആ സീൻ എന്താണെന്നുള്ളത്. പടത്തിനെ കുറിച്ച് പോസിറ്റീവ് ഒന്നും തന്നെ പറയാനില്ല, എനിക്കൊന്നും തോന്നിയില്ല. പോസിറ്റീവ് പറയാനായിട്ട് ഒരു സാധനം എനിക്ക് തോന്നിയില്ല. അതുപോലത്തെ ഫ്ലാറ്റ് പടമാണ്, ഒന്നുമില്ല. ചുമ്മാ വെറുതെ ഇത്രേ ഉള്ളൂ. ഹ്യൂമൻ ട്രാഫിക്, ഇന്റർനാഷണൽ കോൺഫറൻസ് കൂടാൻ വേണ്ടി ലെനാർക്കോയിലോട്ട് പോകുന്ന കുടുംബം, അവിടെ വെച്ച് പഴയ കാമുകിനെ വേണ്ടാത്ത ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നു. അവിടെ നിന്ന് പിന്നെ അവളെ രക്ഷിക്കാനുള്ള പരിപാടികളാണ് മൊത്തം. അതിൻ്റെ ഇടയ്ക്ക് വെടിവെപ്പായി, ഇടിയായി, അങ്ങനെ കാർ ചേസിങ് ഒക്കെ ഉണ്ട്. ബാബുരാജിന്റെ കുറെ വക തഗ് കോമഡികളൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ, കണ്ടു നോക്കാം, അന്നേരം അറിയാം എല്ലാവർക്കും എന്താ ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കണെന്ന്. 2 മണിക്കൂറുണ്ട് പടം. കളയാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. വിനീത് ശ്രീനിവാസന്റെ ഫിലിമോഗ്രഫിയിൽ ഏറ്റവും മോശപ്പെട്ട പടം, അത്രേ പറയാനുള്ളൂ ഇതിനെക്കുറിച്ച്. അത്രയ്ക്കും മോശം പടം, ഒന്നും പറയാനില്ല. ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, വിനീത് ശ്രീനിവാസനോട് ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർ കാണാനേ നിൽക്കണ്ട. അത്രയ്ക്കും മോശം പടമാണ്. ഒരു വക ഇതിനകത്ത് കാണാനും ഇല്ല. അതിന്റെ ബോക്സ് ഓഫീസ് റിസൾട്ട് തന്നെ നോക്കിയാൽ തന്നെ അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇത് ഇവിടെ വെച്ച് പൊട്ടിക്കണതിന് പകരം അങ്ങ് ലെനാർക്കോയെ കൊണ്ടുവന്ന് പൊട്ടിച്ചു, അത്ര തന്നെ. മിലിറ്ററിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പുള്ളി തിരിച്ചു വന്നിട്ട് കാമുകിനെ കാണുന്ന ഒരു സീനുണ്ട്. അപ്പോൾ കാമുകി പറയുമ്പോൾ ഒരുപാട് നാളായി മിണ്ടിയിട്ട് എനിക്ക് ഇങ്ങനത്തെ റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം, ഒരു ബ്രേക്കപ്പിന്റെ സെറ്റപ്പൊക്കെ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത സീനിൽ കാണിക്കുന്നുണ്ട്. ഒരുപാട് നാൾ കൂടി വന്നതാണ് കാണിക്കുന്ന സീനാട്ടോ. അയ്യോ, അത് കാണണം. മറ്റേ പട്ടിണി കിടന്ന പട്ടിയുടെ മുമ്പിലിട്ട് എല്ലും കഷ്ണം ഇട്ട് പോലെ കടിച്ചു പറിയായി പിടിച്ചു വലിയ. എൻ്റെ പൊന്നോ, ഇത് വിനീത് ശ്രീനിവാസൻ തന്നെയാണ് അതൊക്കെ അത് ചെയ്യണേൽ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ പുള്ളി ഇങ്ങനെയൊക്കെ എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണല്ലോ. പുള്ളി ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ട് കുറെ മാസ സീനും, മറ്റേ ഞാൻ പറഞ്ഞില്ലേ പെട്ടി തുറക്കുമ്പോൾ പൊട്ട് കാണും, അതിൽ വീഴാത്ത ആണുങ്ങളില്ല എന്ന് പറയുന്ന കൂട്ട് ഡയലോഗും കാര്യങ്ങളൊക്കെ. അങ്ങനെ
അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് പുള്ളീനെ കൊണ്ട് നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറ, കമൻ്റായിട്ട് പറ. അല്ലാത്തവർ കാണാൻ നിൽക്കണ്ട, അത്ര തന്നെ. പടം വെറുതെ എന്തിനാ 2 മണിക്കൂർ നിങ്ങളുടെ കളയാണ്. എൻ്റെയോ 2 മണിക്കൂർ പോയി, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വേണമെങ്കിൽ മാത്രം കാണുക, സമയമുള്ളവർ, ഒരു പരിപാടി ഇല്ലാത്തവർ കാണുക, അത്രയേ ഉള്ളൂ. ഒരു മലയാളം പടത്തിന് ഇങ്ങനെ ട്രോളി അല്ലെങ്കിൽ എടുത്ത് വലിച്ച് കീറാൻ കൊള്ളാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളത് പറയണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ വിനീത് ശ്രീനിവാസൻ തിരിച്ചു വരണം, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാതെ എവിടെ പോവാൻ. തിരിച്ചു വരട്ടെ എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. കാരണം നല്ലൊരു ഡയറക്ടറാണ്, നല്ല രീതിയിൽ നല്ല പൊട്ടൻഷ്യലുള്ള ആളാണ്, അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ എടുക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.